ഇന്ന് ജൂലൈ മാസം 16-ാം തീയതി പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഓർമ്മ തിരുനാൾ സഭ ഇന്ന് കൊണ്ടാടുമ്പോൾ അമ്മ മാതാവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്കും സമൃദ്ധിയായ നിൻ്റെ കാരുണ്യം ഉണ്ടാവണമേ എന്ന് കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യമായിരുന്നു അവിടുത്തെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കി മാറ്റിയത്. ഞങ്ങൾ ഓരോരുത്തരും സങ്കടത്തിലാണ്, ഒരുപാട് കുറവിലുമൊക്കെയാണ്. പ്രത്യേകമായും ഇപ്പോഴും രോഗബലഹീനതയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടാകുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ജൂലൈ മാസം 16-ാം തീയതി കത്തോലിക്കാ തിരുസഭ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്നു. ആഗോള സഭ ആഘോഷിക്കുന്ന ദൈവമാതാവിൻ്റെ ഒരു തിരുനാളാണിത്. കർമ്മലീത്ത സഭ പലസ്തീനായിൽ കർമ്മലമലയിൽ ആരംഭിച്ചു. കുരിശുയുദ്ധകാലത്ത് യൂറോപ്പിൽ വളർന്നു. യൂറോപ്പിൽ ഈ സഭയ്ക്ക് അല്പം എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇംഗ്ലണ്ടിലെ ഐൽസ്ഫോർഡ് ആശ്രമത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു അന്നത്തെ സുപ്പീരിയർ ജനറൽ. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: കാർമലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണയായ മുന്തിരി, സ്വർഗത്തിന്റെ അനാദൃശ്യവും നിർമ്മലവുമായ തേജസ്സേ, നിത്യനിർമ്മല കന്യകയായിരുന്ന ദൈവപുത്രനെ പ്രസവിച്ചവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. സമുദ്രതാരമേ, എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. അങ്ങ് എൻ്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. 1251 ജൂലൈ 16-ാം തീയതി അർദ്ധരാത്രി സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടി കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടു. കർമ്മല ഉത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു: എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മല ഉത്തരീയം ധരിക്കുക. ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല. ഈ സംഭവം കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവനും പ്രചരിച്ചു. ക്രമേണ ലോകമാസകലമുള്ള എല്ലാ ദൈവമാതൃഭക്തരും കർമ്മലോത്തരീയം ധരിക്കുവാൻ തുടങ്ങി. 1322 സ്വർഗരാജ്ഞി 22-ാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് കാണപ്പെട്ട് ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർക്ക് വേറൊരു വാഗ്ദാനവും കൂടെ നൽകി. കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരീയം ധരിച്ച് മരണമടഞ്ഞവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം മോചിക്കും. ശനിയാഴ്ച വരത്തിന്റെ വ്യവസ്ഥകൾ ഇവയാണ്: ഉത്തരീയം സ്ഥിരമായി ധരിക്കുക, താന്താങ്ങളുടെ ദൈവവിളിക്ക് ചേർന്ന ലൈംഗിക വിശുദ്ധി പാലിക്കുക, പരിശുദ്ധ കന്യകയുടെ സ്തുതിക്കായുള്ള ചെറിയ നമസ്കാരം പ്രാർത്ഥിക്കുക, അഥവാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാംസവർജനം നടത്തിക്കൊണ്ട് തിരുസഭ കൽപ്പിക്കുന്ന ഉപവാസം അനുഷ്ഠിക്കുക, അഥവാ ഒരു പുരോഹിതന്റെ അനുവാദത്തോടുകൂടെ ജപമാലയുടെ 5 രഹസ്യങ്ങൾ ധ്യാനിക്കുക, അഥവാ ഒരു പുരോഹിതന്റെ അനുവാദത്തോടുകൂടെ ഏതെങ്കിലും ഉപവിപ്രവൃത്തി ചെയ്യുക. ഈ 2 വാഗ്ദാനങ്ങളുടെയും ചരിത്ര വസ്തുത ഇന്ന് ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവമാതൃപ്രതിഷ്ഠയുടെ ഒരു ചിഹ്നമെന്ന നിലയിൽ 13-ാം ശതാബ്ദം മുതൽ നിലവിലിരുത്ത ഉത്തരീയം ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധന അധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ തിരുസഭ വിലമതിക്കുന്നു എന്നാണ് 2-ാം വത്തിക്കാൻ സുവർണദോസ് പ്രബോധിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അമ്മ മാതാവിനോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തെ അനുഭവിക്കുവാനും ദൈവികമായ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുവാനും സങ്കടങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അമ്മ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സമസ്യകളിലും സങ്കടങ്ങളിലുമൊക്കെ അമ്മയുടെ സാന്നിധ്യം എന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളിലേക്ക് നിറവായി അമ്മ എഴുന്നള്ളി വരണമേ. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥ നമുക്ക് ഏവർക്കും യാചിക്കാം. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയോട് ചേരുവാൻ യാതൊരു മടിയും കാണിക്കാതെ അമ്മ വഴി ക്രിസ്തുവിലേക്ക് സഞ്ചരിക്കുന്ന മക്കളാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.